ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊന്നും മാത്രമേ ചെയ്തിട്ടുള്ളൂ. കോൺഷ്യസ്നെസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബിക്കോസ് ഞാൻ ഞാൻ റിയൽ ലൈഫിൽ ഞാൻ സ്ലീവ്ലെസ് ഇടാത്ത ആളാണ്. ആ ഇട്ടിട്ടില്ല എന്നല്ല പറയുന്നത്, മനസ്സിലായി. ആ ഇപ്പം ഇടില്ല. നാളത്തെ പറ്റി പറയാൻ പറ്റില്ല കേട്ടോ. നാളെ ചിലപ്പോൾ ബിക്കിനി ഇടും, പറയാൻ പറ്റില്ല. ഇന്ന് ഞാൻ സ്ലീവ്ലെസ് ഇടില്ല. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് സിനിമയിൽ പോയി, പക്ഷേ ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യും. ഓക്കെ. എൻ്റെ ക്യാരക്ടർ ശ്വേതാ മേനൻ അല്ല. ഞാൻ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൽ ശ്വേതാ മേനൻ ഇല്ല. അത് ഡയറക്ടറിൻ്റെ വിഷനാണ്. അതിന് ഞാൻ എന്ത് എനിക്ക് കിട്ടുന്നു അത് ആ രീതിയിൽ ആ ക്യാരക്ടറിനെ കാണുമ്പോൾ ആ പേര് വിളിക്കണം, ശ്വേതാ മേനൻ. ആ സമയത്ത് ഇപ്പം അങ്ങനെ ഇപ്പം ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് ഇന്ന് കുട്ടികളൊക്കെ അവരുടെ ബോഡിയെ സെലിബ്രേറ്റ് ചെയ്യാണ്, പെൺകുട്ടികളൊക്കെ. അതിന് അത് ഭയങ്കര നോർമലായി പോയി. ഇപ്പോൾ ഈ സമയത്ത് പോസ്റ്റ് കോവിഡ് പ്രത്യേകിച്ച് കേരളത്തിലൊന്നും അങ്ങനെ നോക്കാനൊന്നും ആരുമില്ല. അല്ലെങ്കിൽ നമുക്കൊരു മോഡലായിട്ടൊന്നും ആരും, ഞാൻ ബോളിവുഡിന്റെ കാര്യമല്ല പറഞ്ഞാൽ, കേരളം മാത്രം വെച്ചാൽ പറഞ്ഞത്, കേരളം എന്ന ഡയസ്പോറ മാത്രം. ആളുകൾ എന്തായാലും ജഡ്ജ് ചെയ്യില്ലേ, ആളുകൾ സംസാരിക്കില്ലേ, ആളുകൾ ചോദിക്കില്ലേ എന്തിനാ ഇത് എന്ന് ചോദിക്കില്ലേ? എന്താ അവരോട് ഉത്തരം പറയാതിരിക്കലായിരുന്നു നമ്മോട്? പിന്നെ അത്രയല്ലേ നല്ലത്. അവരെന്ത് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ നമ്മുടെ വിരൽ ഇങ്ങോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന സമയമാണ്. അവർക്ക് വേണമെങ്കിൽ രതി നിർവേദം കാണാം, അവർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ കാണാം. യു അണ്ടർസ്റ്റാൻഡ്? എല്ലാം കൈതുമ്പത്തിലാണ്. അപ്പം ഞാൻ അതിനൊന്നും സത്യം പറയാണ്, അതൊന്നും ഇരുന്ന് ആലോചിക്കാനുള്ള സമയമില്ല.